എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതും പ്രകാരം ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് യോഗങ്ങളെക്കുറിച്ചാണ്. ഒരു മനുഷ്യൻ്റെ ജാതകത്തിൽ ഗ്രഹനിലയിൽ അതായത് വന്നു കഴിഞ്ഞാൽ ആ ഗ്രഹങ്ങൾ, ആ യോഗങ്ങൾ ഏതൊക്കെ രീതിയിലാണ്, ആ യോഗങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പോൾ ഇവിടെ പഞ്ചമഹാപുരുഷ യോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വ മുതൽ ശനി വരെയുള്ള 5 ഗ്രഹങ്ങൾ ജനനകാലത്ത് തങ്ങളുടെ ഉച്ചരാശിയിലോ സ്വക്ഷേത്രത്തിലോ ആയിട്ട് ലഗ്നം 4, 7, 10 ഈ ഭാഗങ്ങളിലായിട്ട് നിന്നാൽ ക്രമപ്രകാരം രുചക, ഭദ്ര, ഹംസ, മാളവ്യ, ശശ എന്നിങ്ങനെ ഉള്ള 5 യോഗങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിനാണ് നമ്മൾ പഞ്ചമഹായോഗങ്ങളെന്ന് പറയുന്നത്. അതുപോലെ ഇതിനെ ഒന്നുകൂടി വിശദമാക്കുകയാണെങ്കിൽ നമ്മൾ മേൽപ്രകാരം പറഞ്ഞ ഉച്ചമോ സ്വക്ഷേത്രമോ സ്വീകരിച്ച് ചൊവ്വ നിന്നാൽ രുചകയോഗവും, ബുധൻ നിന്നാൽ ഭദ്രയോഗവും, വ്യാഴം നിന്നാൽ ഹംസയോഗവും, ശുഭനാണെങ്കിൽ മാളവ്യ യോഗവും, ശനി നിന്നാൽ ശശിയോഗവും സംഭവിക്കുമെന്ന് പറയുന്നു. നമ്മൾ അടുത്തത് രുചകയോഗ ഫലത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ രുചകയോഗത്തിൽ ജനിച്ചാൽ നിർമ്മലമായ ശരീരവർണ്ണം, നല്ല രക്തക്കൊഴുപ്പ്, ബലമുള്ള ശരീരം, സാഹസപ്രവൃത്തി, അനേക വിധത്തിലുള്ള സിദ്ധികളുണ്ടാവും, നല്ല പുരികങ്ങൾ, നീലവർണ്ണമായ തലമുടി, സമാവസ്ഥയിലിരിക്കുന്ന കൈകാലുകൾ, ഇവയും ശാസ്ത്രജ്ഞാനം, കളങ്കമറ്റ കീർത്തി, ചുവപ്പും കറുപ്പും ചേർന്ന നിറമായിരിക്കും ഇവർക്ക്. ഏറ്റവും ശൗര്യം, ശത്രു സൈന്യത്തെ ജയിക്കുന്നതിനുള്ള സാമർഥ്യം, ശംഖുപോലെ ത്രിരേഖാങ്കിതമായ കഴുത്തുകൾ, വലിയ ഓജസ്, ക്രൂരത, മനുഷ്യ സ്നേഹം, ബ്രാഹ്മണരിലും ഗുരുക്കന്മാരിലും വിനയം, അതുപോലെ തന്നെ തുടയും കാൽമുട്ടുകളും വർണ്ണമൊത്ത ശരീര അംഗത്തോടു കൂടിയവരായിരിക്കും. കണങ്കാലുകളും തടിച്ചിരിക്കുക. പിന്നെ കൈകാലുകളുടെ തലങ്ങളിൽ ഖഡ്വാങ്കം, കയറ്, കാളം, കാള, വില്ല്, ചക്രം, വീണ എന്നിങ്ങനെയുള്ള ചിഹ്നങ്ങളുമായിട്ട് അവർ ജനിക്കുമെന്നാണ് പറയുന്നത്. മൃദുല കോമളങ്ങളായ അങ്കുലികൾ, മന്ത്രങ്ങളിലും ആവിചാരത്തിലും സാമർഥ്യം ഉണ്ടാവുന്നവർക്ക്, ബഹുജനങ്ങളുടെ ഇടയിൽ പേരും പെരുമയും ഉണ്ടാവുന്നവർക്ക്, അധിക നീളം കൂടാതെയും എന്നാൽ കേവലം പൊക്കം കുറഞ്ഞതുമല്ലാത്ത മധ്യമ ശരീരമായിരിക്കും ഇവർക്ക്. വിസ്താരമേറിയ മുഖം എന്നിങ്ങനെയുള്ള ഫലാനുഭവങ്ങളോടുകൂടിയിരിക്കും ഈ രുചക യോഗക്കാർ. അപ്പോൾ ഇതാണ് രുചക യോഗത്തിൻ്റെ പഞ്ചമഹായോഗങ്ങളുടെയും ഫലം ഞാനിവിടെ പറഞ്ഞത്. അടുത്ത എപ്പിസോഡിൽ അടുത്ത യോഗങ്ങളെക്കുറിച്ച് പറയുന്നതായിരിക്കും. ഹരിയും ഹരിയും ഹരിയും.